വർഷങ്ങൾക്കു ശേഷം ഈ മനുഷ്യനെ നമ്മൾ എങ്ങനെയായിരിക്കും ഓർത്തെടുക്കുക? തൻ്റെ അവസാന കോപ്പയും കളിച്ചു ജയിച്ച് അർജന്റീനയോട് അയാൾ വിട പറയുമ്പോൾ ഓർമ്മകൾ ഒരുപാടാണ്. വെള്ളയും നീലയും കലർന്ന കുപ്പായത്തിൽ എൻഹൽ ഡിമേരിയ ഇനി ഉണ്ടായിരിക്കില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അർജന്റീനയുടെ രക്ഷകനായി എത്തുന്ന മാലാക ഇനി ആ വേഷമണിയാൻ ഉണ്ടായിരിക്കില്ല. ബ്യൂണസ് ഐറസും റൊസാരിയോയും അടങ്ങുന്ന അർജന്റീനയുടെ തെരുവോരങ്ങൾ ലിയണൽ മെസ്സിയുടെ അത്ഭുത കഥയോടൊപ്പം ഇനി ഏഞ്ചൽ ഡിമേരിയയുടെ വിജയഗാഥയും പാടി നടക്കും. കൽക്കരി ഖനിയിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് എത്തുന്ന ഡിമേരിയയുടെ ഐതിഹാസിക കഥ വരുംകാല ഫുട്ബോളർമാർക്ക് പ്രചോദനമാകുമെന്നുറപ്പാണ്. അർജന്റീനയിൽ പലപ്പോഴും മെസ്സിയുടെ നീലിലാണ് ഡിമേരിയ എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അയാളുടേതായ പ്രകടനം പുറത്തെടുക്കാൻ മറന്നിരുന്നില്ല. 2021 കോപ്പ ബ്രസീലിനെതിരെയുള്ള ഫൈനലിൽ മെസ്സി നിറം മങ്ങിയ മത്സരത്തിൽ ഡിമേരിയയുടെ ഏക ഗോളിന്റെ ബലത്തിലാണ് അർജന്റീന വർഷങ്ങൾക്കു ശേഷം ജേതാക്കളാകുന്നത്. പിന്നീട് നടന്ന ഫൈനലിസിമയിലും ലോകകപ്പിലും അർജന്റീനയുടെ ആവശ്യഘട്ടങ്ങളിൽ കൃത്യമായി അയാൾ അവതരിക്കുന്നുണ്ടായിരുന്നു. ഇതയാളുടെ അവസാന കോപ്പയാണെന്ന പ്രഖ്യാപനം വരുമ്പോൾ ആദ്യമൊന്ന് സങ്കടപ്പെട്ടതായിരുന്നു. പിന്നീടൊന്ന് ആലോചിക്കുമ്പോൾ ഒരു തോറ്റവനെ പോലെയല്ല മരിയയുടെ മടക്കം. രാജ്യത്തിന് വേണ്ടി സർവ്വതും നേടിയെടുത്താണ് അയാൾ പടിയിറങ്ങുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളിൽ അഭിമാനമാണ്. ലിയണൽ മെസ്സി ടീമിലുണ്ടായിട്ടും അർജന്റീനയും മറ്റു താരങ്ങളും മരിയക്ക് നൽകുന്ന പരിഗണന കാണുമ്പോൾ ആ ടീമിനോടും വളരെയധികം റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട്. ഏകദേശം 60-70 മിനിറ്റ് വരെയാണ് ഡിമേരിയയിലെ പ്രതിഭയെ പരിപൂർണമായി മൈതാനത്ത് ആസ്വദിക്കാനാവുക. ആ സമയത്തിനുള്ളിൽ തന്നെ മത്സരത്തിൽ അയാൾ ചെലുത്തുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ലോകകപ്പിന്റെ ഫൈനലിൽ ഒരു ഗോളും മറ്റൊരു ഗോളിന് കാരണക്കാരനായും മാറി 64-ാം മിനിറ്റിൽ ഡിമേരിയ തിരികെ കയറുമ്പോൾ 2 ഗോളിന് അർജന്റീന മുന്നിലാണെന്ന് ഓർക്കണം. പിന്നീട് മത്സരം പെനാൽറ്റിയിലേക്ക് എത്തിയതും വിജയം കൈവരിച്ചതുമെല്ലാം അയാളാൽ മാത്രം സാധ്യമായതെന്തോ അർജന്റീനയിൽ ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കിയതാണ്. കോപ്പയിലെ തന്റെ അവസാന മത്സരത്തിൽ സ്കലോണി അയാളെ പിൻവലിച്ചില്ല. 60 മിനിറ്റ് നേരം കളിക്കുന്ന മരിയയിൽ മുഴുവൻ സമയം കഴിഞ്ഞപ്പോഴും ക്ഷീണം അനുഭവപ്പെട്ടതായി കണ്ടിരുന്നില്ല. അൽവാരസിലേക്കും പിന്നീട് മാർട്ടിനസിലേക്കും അയാൾ നിരന്തരം പന്തെത്തിച്ചുകൊണ്ടേയിരുന്നു. ഒടുക്കം 117-ൽ അയാൾ നിറക്കണ്ണുകളോടെ തിരികെ കയറുമ്പോൾ അർജന്റീനയുടെ ആധിപത്യം സ്കോർ ഷീറ്റിൽ തെളിയുന്നുണ്ടായിരുന്നു. അവസാന കോപ്പയും അയാൾ തൻ്റെതാക്കി മാറ്റി ഏതൊരു താരവും ആഗ്രഹിക്കും വിധം കരിയർ അവസാനം ഗംഭീരമാക്കി എൻഹൽ ഡിമേരിയ നടന്നകന്നു. മരിയയെപ്പോലെ അർജന്റീനയിൽ ഇനിയൊരു പിറവി അത് അസാധ്യമാണ്. അയാൾ തീർത്തതെല്ലാം അയാളാൽ മാത്രം സാധ്യമാകുന്നവയാണ്. വർഷങ്ങൾക്കു ശേഷം അർജന്റീനയുടെ സുവർണകാലത്തെയും ലിയണൽ മെസ്സിയെയും ലോകം ഓർത്തെടുക്കുന്നതോടൊപ്പം ഡിമേരിയയും ഓർമ്മിക്കപ്പെടും. അർജന്റീനക്ക് സുവർണകാലം സമ്മാനിച്ച എൻഹൽ ഫാബിയൻ ഡിമേരിയെ ലോകം സ്മരിക്കും.